കൂട്ടുകാരെ, എല്ലാവർക്കും നിജൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് ഒരു ഹീറ്റ് തെറാപ്പിയെ പറ്റിയിട്ടാണ്. ഈ ഹീറ്റ് തെറാപ്പി നമ്മൾ ചെയ്യുന്നത് നമ്മുടെ വയറിലായിരിക്കും. ഇത് ചെയ്യുന്നത് മെയിനായിട്ട് നമ്മുടെ ഇംപ്ലാന്റേഷൻ സക്സസ്ഫുൾ ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതെന്താണെന്നും അതെങ്ങനെയാണ് ചെയ്യേണ്ടതും എന്ന് നമുക്ക് ഡീറ്റെയിൽഡായിട്ട് നോക്കാം. ഹീറ്റ് തെറാപ്പി എന്ന് പറയുന്നത് നമ്മുടെ യൂട്രസിലോട്ടുള്ള ബ്ലഡ് സപ്ലൈ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ഇത് ചെയ്യുന്നത് നമ്മളൊരു ഹോട്ട് ബാഗിലോ അല്ലെങ്കിൽ നല്ലൊരു ചൂട് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിലെടുത്തിട്ടോ നമ്മളതിൽ നല്ലപോലെ വെള്ളം നിറച്ച് ചൂടുവെള്ളം നിറച്ചിട്ട് നമ്മുടെ പൊക്കിളിന് കീഴ്പോട്ടുള്ള ഭാഗം പയ്യെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഹോട്ട് ബാഗ് ആണെങ്കിൽ വെച്ച് കൊടുക്കുക. ബോട്ടിലാണ് എടുക്കുന്നതെങ്കിൽ ഒന്ന് മസാജ് ചെയ്ത് വിടുന്നതിനെയാണ് നമ്മൾ ആ ഹീറ്റ് തെറാപ്പി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ പൊക്കിളിന് താഴെയുള്ള ഒരു ഭാഗത്തായിരിക്കും. ഇത് പൊക്കിളിന് താഴെയുള്ളൊരു ഭാഗത്ത് നമ്മൾ കൂടുതലായിട്ട് ചെയ്യുമ്പോഴേക്കും അതുവഴി നമ്മുടെ ആ ഒരു ഭാഗത്തേക്ക്, അതായത് പൊക്കിളിന് താഴെ നമ്മുടെ യൂട്രസ് സ്ഥിതി ചെയ്യുന്ന ആ ഒരു ഭാഗത്തേക്കുള്ള ബ്ലഡ് സപ്ലൈ എല്ലാം കൃത്യമായിട്ടുള്ള തോതിൽ നടക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. യൂട്രസിൻ്റെ ഭാഗത്തേക്ക് കൃത്യമായിട്ടുള്ള അളവിൽ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ യൂട്രസിലെ എൻഡോമെട്രിയൽ ലൈനിങ്ങിന് തിക്കനാവുകാനും അതുപോലെ തന്നെ ഇംപ്ലാന്റേഷൻ സക്സസ്ഫുൾ ആകാനും അതുപോലെ നമ്മുടെ മറ്റുള്ള റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ആയിട്ടുള്ള ഓവറിയുടെ എല്ലാം ഫംഗ്ഷൻ നല്ലപോലെ നടക്കാനും ഫലോപ്പിയൻ ട്യൂബിൻ്റെ പ്രവർത്തനം കൃത്യമായിട്ടുള്ള രീതിയിൽ നടക്കാനായിട്ടും ഒക്കെ കാരണമാവുകയുള്ളൂ. അപ്പോൾ നമ്മളൊരു മെൻസ്ട്രേഷൻ തുടങ്ങിയിട്ട് ഒരു ഓവുലേഷൻ വരെ നടക്കുന്ന ഈ ഒരു സമയത്ത് ഒരു ഹോട്ട് ബാഗോ അല്ലെങ്കിൽ ഹോട്ടായിട്ടുള്ള ഒരു ബോട്ടിലോ വെച്ചിട്ട് നമ്മുടെ പൊക്കിളിന് താഴെയുള്ള ഭാഗത്തേക്ക് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ഇംപ്ലാന്റേഷൻ സക്സസ്ഫുൾ ആകുന്നതിനും അതുപോലെ മെൻസ്ട്രേഷൻ മുതൽ നമ്മളിത് ചെയ്യുന്നത് കൊണ്ട് ആ മെൻസ്ട്രേഷൻ തുടങ്ങുന്ന ആ ഒരു സമയത്ത് നമ്മുടെ പീരിയഡ്സിൻ്റെ ഒരു സെക്കൻഡ് ഡേ മുതലായിരിക്കും നമ്മുടെ ഫോളിക്കിൾസ് അടുത്തൊരു ഓവുലേഷന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നത്. അങ്ങനെ ഓവുലേഷന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ആ ഒരു സമയത്തായിരിക്കും അവിടെ ഓവുലേഷന് വേണ്ടിയിട്ടുള്ള ആ എഗ്ഗിൻ്റെ ഗ്രോത്ത് നടന്നു തുടങ്ങുന്നത്. അപ്പോൾ എഗ്ഗിൻ്റെ ഗ്രോത്ത് കൂടുതലായിട്ടും നടക്കുന്ന ആ ഒരു സമയത്ത് നമ്മൾ നല്ല രീതിയിലൊരു ഹോട്ട് ബാഗൊക്കെ വെച്ചിട്ട് നമ്മൾ ആ ഒരു ചൂട് പിടിക്കുകയാണെങ്കിൽ, ഒരു ഹീറ്റ് തെറാപ്പി നമ്മൾ എടുക്കുകയാണെങ്കിൽ അതുമൂലം നമ്മുടെ ആ ഒരു ഭാഗത്തേക്ക് ബ്ലഡ് സപ്ലൈ കൂടുതലായിട്ട് എത്തുകയും നമ്മുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടുതലായി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആ മാസത്തിലേക്ക് പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുന്ന എഗ്ഗിന് വേണ്ടുന്ന ന്യൂട്രിയൻസ് എല്ലാം ആ ബ്ലഡ് സർക്കുലേഷൻ മൂലം കിട്ടുകയും അതുവഴി നല്ല ക്വാളിറ്റിയുള്ള എഗ്ഗ് റപ്ചർ ആകാനായിട്ടും ഇത് കാരണമാകുന്നു. അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു എൻഡോമെട്രിയം ലൈനിങ് കൃത്യമായിട്ടുള്ള രീതിക്ക് തിക്കനായി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു ഫോർട്ടിലൈസേഷൻ നടന്ന്, അതായത് എഗ്ഗും സ്പെർമും തമ്മിൽ ജോയിൻ ആയിട്ടുള്ള ഒരു ഫോർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എഗ്ഗ് നമ്മുടെ ആ യൂട്രസിൻ്റെ ലൈനിങ്ങിൽ വന്ന് അറ്റാച്ച് ആവുകയുള്ളൂ. ഇത് അറ്റാച്ച് ആകണമെങ്കിൽ ആ ഒരു എൻഡോമെട്രിയം ലൈനിങ്ങും അതിനനുസരിച്ച് സ്ട്രോങ് ആവണം. അതുപോലെ തന്നെ അവിടേക്കുള്ള ബ്ലഡ് സർക്കുലേഷനും സ്ട്രോങ് ആവണം. അപ്പോൾ ഇതെല്ലാം ഇൻക്രീസ് ചെയ്യാനായിട്ട് ഇത് നമ്മളെ സഹായിക്കുന്നു. കൂടുതലായിട്ട് PCOD ഉള്ളവർക്കും അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള ഇൻഫെർട്ടിലിറ്റി ഉള്ളവർക്കും ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ പ്രഗ്നൻ്റ് ആകാനായിട്ട് ട്രൈ ചെയ്തിട്ട് ഒരുപാട് നാളായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുന്നില്ല, ഇനി ഫെർട്ടിലിറ്റിയുടെ മെഡിസിൻസ് ഒക്കെ എടുക്കുന്നവർക്കാണെങ്കിലും ഇത്തരത്തിലുള്ള മെത്തേഡ്സ് ഫോളോ ചെയ്യുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ കാസ്റ്റർ ഓയിൽ പാക്കിനെ പറ്റിയിട്ട് ഞാനൊരു വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആവണക്കെണ്ണ വെച്ചിട്ട് നമ്മൾ വയറിൻ്റെ അവിടെ മസാജ് ചെയ്ത് കൊടുക്കുന്നത്. ഇതൊരു ടൈപ്പ് ഫെർട്ടിലിറ്റി മസാജാണ്. നമ്മൾ ആ ഒരു ആവണക്കെണ്ണ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് നമ്മുടെ ശരീര ഭാഗത്തേക്ക് വെച്ചിട്ട് ഒരു ഹോട്ട് ബാഗ് വെച്ചിട്ട് നമ്മളിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുന്നതിനെ പറ്റിയിട്ടാണ് സംസാരിച്ചത്. ഈ ഒരു പാക്ക്, കാസ്റ്റർ ഓയിലിൻ്റെ പാക്ക് ഇട്ടിട്ട് നമുക്ക് ഈ ഒരു ഹോട്ട് ബാത്ത് പിടിക്കാവുന്നതാണ്. ഹീറ്റ് തെറാപ്പി നമുക്ക് ചെയ്യാവുന്നതാണ്. ഇത് ചെയ്യുന്നത് വഴി നമ്മുടെ ആ ഒരു സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഇത് സഹായിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഹോട്ട് ബാഗ് ഓൺലൈൻ വാങ്ങിക്കാവുന്നതാണ്. അത് വാങ്ങിച്ചിട്ട് നിങ്ങൾക്കത് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ നമ്മുടെ ഒരു ചൂടുവെള്ളം ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ബോട്ടിൽസ് ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ചില്ലിൻ്റെ കുപ്പിയാണെങ്കിലും ചില്ലിൻ്റെ കുപ്പിയോ അല്ലെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ബോട്ടിൽ ഉണ്ടെങ്കിൽ ആ ബോട്ടിലോ നിങ്ങൾക്ക് നല്ല പോലെ വെള്ളം നിറച്ചിട്ട് നിങ്ങൾക്ക് പറ്റുന്ന തരത്തിലുള്ള ഒരു ചൂടിൽ നിങ്ങളാക്കിയതിനു ശേഷം നിങ്ങളുടെ ശരീരത്തിൻ്റെ ആ ഭാഗത്ത് പയ്യെ പിടിച്ചു കൊണ്ടുപോകുക. അതിശക്തമായിട്ടുള്ള ചൂടിലൊന്നും നിങ്ങൾ പിടിക്കരുത് കേട്ടോ. നിങ്ങൾക്ക് പറ്റുന്ന ഒരു ചൂടിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ ആ ശരീരത്തിന് സഹിക്കാൻ പറ്റുന്ന ഒരു ചൂടിൽ മാത്രമാക്കിയതിന് ശേഷം നിങ്ങൾ പയ്യെ ഒന്ന് വെച്ച് കൊടുക്കുക. ഈ ഒരു മെത്തേഡ് നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. പിന്നെ തുടക്കത്തിലേ പറഞ്ഞ പോലെ മെൻസ്ട്രേഷൻ മുതൽ ഓവുലേഷൻ നടക്കുന്ന സമയം വരെ നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ്. ഏകദേശം ഒരു 20 മിനിറ്റ് 25 മിനിറ്റ് വരെ ഈ ഒരു പ്രവർത്തനം നിങ്ങൾ ചെയ്യുന്നത് അത്രയധികം ഇതിൻ്റെ റിസൾട്ട് കിട്ടാനായിട്ട് സഹായിക്കും. ഒരു നേരം ചെയ്യാൻ പറ്റുന്നവർ ഒരു നേരം ചെയ്യുക. അതല്ലെങ്കിൽ മാക്സിമം നിങ്ങൾ 2 നേരമെങ്കിലും ഒരു ദിവസം ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. രാവിലെ നമ്മൾ ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ രാത്രി കിടക്കുന്നതിന് മുൻപായിട്ടോ അല്ലെങ്കിൽ ഉച്ചയ്ക്കോ എപ്പോഴാണോ നിങ്ങൾക്ക് പറ്റുന്നത്, നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുന്നത് ആ ഒരു സമയത്ത് നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക.
നമ്മുടെ ശരീരത്തിലെ ഓരോ ഭാഗത്തിനെയും അതിനനുസരിച്ചിട്ട് നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓവുലേഷൻ നടക്കുന്ന ആ ഒരു സമയത്തും അതിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ അത് നല്ല എഫക്റ്റീവായിട്ട് എസ്പെഷ്യലി നമ്മുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റംസ് നല്ലപോലെ വർക്ക് ചെയ്യുന്നതിനും ഇത് സഹായിക്കുന്നു. മാക്സിമം നമുക്ക് എല്ലാവർക്കും വീട്ടിലുള്ളൊരു ഐറ്റമാണ് ഈ ഒരു ഹോട്ട് വാട്ടർ പിടിക്കാനായിട്ടുള്ള ഹോട്ടായിട്ട് നമുക്ക് വെള്ളം എടുത്ത് പിടിക്കാൻ പറ്റുന്ന ഹോട്ട് ബാഗും. അതുപോലെ തന്നെ ഇനിയിപ്പോൾ അതില്ല എങ്കിൽ ഒരു ചില്ലിൻ്റെ കുപ്പിയോ അല്ലെങ്കിൽ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലോ എടുത്തിട്ട് നിങ്ങൾക്ക് പിടിക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുള്ളായി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.